എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 30, 31, 32, 33. നിമി നവയോഗി സംവാദം തുടരണം. സത്സംഗമാണ് ഏറ്റവും ഒരു ഭക്തന് ഏറ്റവും വേണ്ടത്. സത്സംഗമാണ് എല്ലാ തരത്തിലും എന്നത് സ്പഷ്ടമായിട്ട് പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖ സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗ സേവതിർനൃണാം. ഏതൊന്നിനെ അറിഞ്ഞാൽ പരമാനന്ദം സിദ്ധിക്കുമോ അതിനെ നിങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടതല്ല ഇത്. കാമക്രോധാദി വൃത്തികളില്ലാത്ത നിങ്ങളെ പോലെയുള്ള പരിശുദ്ധന്മാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ സംസാരത്തിൽ അല്പസമയമെങ്കിലും സജ്ജനങ്ങളോട് സംസർഗം സിദ്ധിച്ചാൽ അത് തന്നെയാണ് മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധി, അക്ഷയമായ ഒരു നിധി. ഒരു നിധി കിട്ടിയാൽ ദാരിദ്ര്യ ദുഃഖമൊന്നും ഇല്ലാതെ ഇരിക്കാം, അല്ലെ? പക്ഷെ സജ്ജന സംസർഗം സിദ്ധിച്ചാലോ സുഖമായിട്ടിരിക്കാന്ന് മാത്രല്ല, ഇനിമേല് യാതൊരു ദുഃഖവും ഉണ്ടാകാതിരിക്കത്തക്കതായ ആ പരമപുരുഷാർത്ഥം തന്നെ സമ്പാദിക്കാം. അതുകൊണ്ട് നിധിയേക്കാൾ ശ്രേഷ്ഠമാണ് സാധുസംഗമം. ധർമാൻ ഭാഗവതാൻ ബ്രൂത യദി ന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. ഭഗവത് പ്രാപ്തി തന്നെയാണ് ഈ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. അതിനുള്ള വഴി ഭാഗവത ധർമ്മങ്ങൾ അറിഞ്ഞ് അതുപോലെ നടക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഏതു ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ ഭഗവാൻ പ്രസാദിക്കുമോ ആ ഭാഗവത ധർമ്മങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണേ എന്ന് എത്രയും വിനയമായിട്ടാണ് പറയണത്. നാരദ ഉവാച ഏവം തേ നിമിനാ പൃഷ്ടാഃ വസുദേവ മഹത്തമാഃ പ്രതിപൂജ്യ ബ്രുവൻ പ്രീത്യ സദസ്യർത്തിജം നൃപം. നാരദർ പറയുകയാണ്, അല്ലയോ വസുദേവ, നിമി ചക്രവർത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ മഹാന്മാര് വളരെ സന്തോഷിച്ചു. വളരെ സന്തോഷായി നവയോഗികൾക്ക്. ഭഗവത് ഭക്തന്മാർക്ക് തങ്ങളെ പോലെ തന്നെയുള്ളവരെ കാണുന്നതിനേക്കാളും വേറെ ഒരു സന്തോഷം ഒന്നുമില്ല. അതിശ്രദ്ധയോടുകൂടി തങ്ങൾ പറയുന്നത് കേൾക്കാൻ യാഗം കഴിക്കുന്ന ഋത്തിക്കുകളും സദസ്സിലുള്ള മഹാന്മാരും രാജാവും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ വളരെ സന്തോഷായി ആ മഹാത്മാക്കൾക്ക്. പറയണ, അഹോ ഭാഗ്യം, ഇങ്ങനെയുള്ള മഹാന്മാരെ ഉപദേഷ്ടാക്കന്മാരായിട്ട് ലഭിക്കണമെങ്കിൽ നിമിയെ പോലെ മഹാപുണ്യം ചെയ്തവരായി തന്നെ ഇരിക്കണം. നിഷ്കാമ കർമാനുഷ്ഠാനത്തിന്റെ ഫലമായ ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമേ മഹത് ദർശനം സിദ്ധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ യാഗത്തില് ഋത്തിക്കുകള്, സദസ്സിലുള്ള മഹാന്മാര്, രാജാവ് ഇവരൊക്കെ വളരെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞല്ലോ, അല്ലെ? അപ്പോ അവരെല്ലാവരും ചിത്തശുദ്ധി വന്നവരാണ്. ചിത്തശുദ്ധി ലഭിക്കാൻ എന്ത് വേണം? സ്വധർമ്മങ്ങള്, തന്റെ ധർമ്മങ്ങള് വേണ്ട പോലെ ചെയ്യേണ്ടതാണ്. അതും കൂടി ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആത്മജ്ഞാനം സിദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അവരവരുടെ കർമ്മങ്ങള് വേണ്ട വിധത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെ ആ മഹർഷിമാരോട് നിമിരാജാവിന് അന്ധക്കരണ ശുദ്ധി വന്നിരിക്കുന്നു. അന്ധക്കരണ ശുദ്ധി ഇല്ലാത്തവർക്ക് ഉപദേശങ്ങൾ കൊടുക്കില്ലല്ലോ ഈ മഹർഷിമാര് എന്ന് സ്പഷ്ടമായിട്ട് ബോധിപ്പിച്ചു. ഇങ്ങനെ സന്തോഷിച്ച ആ മഹർഷിമാരോട് നിമിരാജാവ് അന്ധക്കരണ ശുദ്ധി വന്നിരിക്കുന്നു എന്ന് സ്പഷ്ടമായി ബോധിപ്പിക്കുന്ന 9 ചോദ്യങ്ങൾ ചോദിക്കണം മഹർഷിമാരോട്. അതില് ഒന്നാമത്തേത് ഭാഗവത ധർമ്മങ്ങൾ കേൾക്കണം. അതാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം കവി എന്ന ആ യോഗീശ്വരനാണ് മറുപടി പറയണത്. കവിരുവാച മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനാ യത്ര നിവർത്തതേഭി. ഇപ്പൊ കവി എന്ന യോഗീശ്വരൻ ഇതാ മറുപടി പറയാണ്. ഈ സംസാരം
പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കണു, പ്രകൃതിയിൽ തന്നെ നശിക്കണു. അതുകൊണ്ട് അസത്തായും അതിതുച്ഛമായും ഇരിക്കുന്ന ഈ ദേഹമാണ്, ഈ ശരീരമാണ് ആത്മാവ് എന്നുള്ള മോഹം കൊണ്ട്, ആ തെറ്റായ ധാരണ കൊണ്ട് എല്ലാ സമയത്തും ആധ്യാത്മിക താപത്രയം അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മരണഭയം എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള പുരുഷന് സ്വരൂപത്താലും ഗുണത്താലും നാശരഹിതനായും ആശ്രിതന്മാർക്ക് കൂടി നാശമില്ലാതാക്കി തീർക്കുന്ന മഹാകാരുണികനുമായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മങ്ങളെ പൂജിക്കുക. അതാണ് ഭഗവാനെ ഭജിക്കുക. അത് തന്നെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നു. ആദ്യം ഭഗവാന്റെ പാദപത്മങ്ങളെ പൂജിക്കുക, ചിന്തിക്കുക, അങ്ങനെയുള്ള ഭജനം. പിന്നെ കാലം, കർമ്മം, സ്വഭാവം എന്നീ നാശസ്ഥാനങ്ങളിൽ ഇതിന്നൊക്കെ ഭയമില്ലാതാക്കി തീർക്കുന്ന ധർമ്മം ആ ഭഗവത് ഭജനം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് കവി പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ യാതൊരു ഭഗവാനെ ഉപാസിച്ചാൽ മാത്രം എല്ലാ ഭയവും ഇല്ലാതാകുമോ? ആ ഭഗവാനെ സേവിക്കുന്നവൻ ജനന മരണങ്ങൾക്ക് പാത്രമല്ല. അതുകൊണ്ട് അവന് പിന്നെ ഒരു ഭയം ഉണ്ടാവില്ല. അതിനാൽ ഭഗവാനെ ഭജിക്കുന്നത് തന്നെ ഉത്തമമായ ഭാഗവത ധർമ്മം. സർവഭയവും തീർക്കുന്ന ഒരേ സിദ്ധൌഷധം ഭഗവത് ഭജനം എന്നുള്ള ആ സാരത്തെ ഒന്നാമത്തെ ശ്ലോകത്തില് അതിഗംഭീരമായ അർത്ഥത്തിൽ പ്രകാശിപ്പിച്ചു. അതിനുശേഷം ഭാഗവത ധർമ്മങ്ങളുടെ ലക്ഷണവിശേഷങ്ങള് പ്രത്യേകമായി വിവരിച്ചുകൊണ്ട് കേൾക്കുന്നവരുടെ അന്ധക്കരണം ഭക്തിയിൽ മുങ്ങുവാൻ തക്കവിധം ശിഷ്യരെ അനുഗ്രഹിക്കുന്ന ഗുരുഭൂതന്മാരുടെ കാരുണ്യവിശേഷത്തെയും വെളിപ്പെടുത്തിക്കൊണ്ട് ഭഗവാനെ ഭജിക്കേണ്ട വിധം വിവരിക്കുകയാണ് പിന്നത്തെ ശ്ലോകങ്ങളിൽ. ഭജനം തന്നെ ഉത്തമ ഔഷധം എന്ന് പറഞ്ഞിരിക്കയാൽ ആ മരുന്നിന്റെ ലക്ഷണവും പറയേണ്ടത് മുറയാണ്, അല്ലെ? അപ്പോ രോഗസൂക്ഷ്മത്തെയും ഔഷധ ലക്ഷണങ്ങളെയും രോഗിയുടെ സ്വഭാവത്തെയും അറിഞ്ഞ വൈദ്യന്മാരുടെ ലക്ഷണവും ഇത് തന്നെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.